السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്തിൽ നിന്നും നൽകി നാം നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് അതിൽ മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു നാം ചെയ്ത എല്ലാ ഇബാദത്തുകളും നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും ന്യൂനതകൾ, പാകപ്പിഴവുകൾ അതിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഗഫൂർ റഹീമാണ്, ഗഫാറാണ്. എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ റഹ്മത്തിന്റെ ആ തിരുനോട്ടം നമ്മളിലേക്ക് നോക്കി അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ദുആയിൽ നിന്ന് ആരും പിന്നോട്ട് പോകരുത്. ഇനിയും നാം കൂടുതൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. റമദാനിൽ നാം പ്രധാനമായും ദുആഇനെ കുറിച്ചാണ് സംസാരിച്ചത്. അതാരും മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ദുആഇന്റെ കാര്യം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ, അഥവാ അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മുടെ മതപാഠശാലകൾ തുറക്കേണ്ട ദിവസം. അത് വ്യാഴാഴ്ചയായതിന്റെ പേരിൽ ഒരു വെള്ളിയാഴ്ച അതിന്റെ പിറ്റേ ദിവസം വരുന്നത് കൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അടുത്ത ശനിയാഴ്ച, നാളെയല്ല അടുത്ത ശനിയാഴ്ച നമ്മുടെ മതപാഠശാലകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ പുതിയ കുറെ കൊച്ചുകുട്ടികൾ പുതുതായി നമ്മുടെ സ്ഥാപനത്തിലേക്ക്, മദ്രസകളിലേക്ക് വരാനുണ്ടാകും. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ പോകാനും ഉണ്ടാകും. അങ്ങനെ എല്ലാവരുടെയും ഒരു സംഗമമായിരിക്കും തുറക്കുന്ന ദിവസം. വരുന്നവരുണ്ടാകും, പോകുന്നവരും ഉണ്ടാകും. അന്ന് പ്രധാനമായും ഒരു ദുആ ഒക്കെ നടത്തി കുട്ടികളെ പ്രവേശനോത്സവം ഭംഗിയാക്കി കുട്ടികൾക്കൊക്കെ മധുര പലഹാരം വിതരണം ചെയ്ത് നാം നമ്മുടെ ഈ പുതുവർഷത്തിന് ആരംഭം കുറിക്കും. ഇങ്ങനെയൊക്കെ നാം അതിനെ വരവേൽക്കുമെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. എല്ലാ ഞാഞ്ഞൂലുകളും തലമുക്കുകയാണ്. അതിൽ കരിമൂർഖനുമുണ്ട്, അതിൽ പെരുമ്പാമ്പുമുണ്ട്, അതിൽ മറ്റു പല വിഷജീവികളുമുണ്ട്. വിഷം ചീറ്റുന്നവരുണ്ട്, തുലം കുറഞ്ഞവരുണ്ട്, എണ്ണം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, പലരും ഉണ്ട്. ഈ പറയുന്ന മുഴുവൻ ആളുകളുടെയും ഏക ലക്ഷ്യം പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി 1400 കൊല്ലങ്ങൾക്കപ്പുറം അസ്ഹാബുൽ ബദർ നടത്തിയ ആ ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് നാം ദീനീ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം തുറക്കുമ്പോൾ ഈ കക്ഷികളുടെയൊക്കെ ആവശ്യം ഇവിടെ അത് ഊതിക്കെടുക്കലാണ്, അതില്ലായ്മ ചെയ്യലാണ്. ദീൻ ഇവിടെ വളർന്നാൽ ഈ തൽപര കക്ഷികളുടെ ഒരു കുതന്ത്രവും ഇവിടെ നടക്കുകയില്ല. അപ്പൊ എന്തൊക്കെ കെണിവലകളുണ്ടോ അതൊക്കെ അവർ വലിച്ചിടും. ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ അത് മുഴുവനും അവർ വാരി വലിച്ചു കൊണ്ടുവരാൻ നോക്കും. നമുക്ക് പരീക്ഷണത്തിന്റെ സന്ദർഭമാണിത്. മുഅ്മിനീങ്ങളായ ആളുകൾക്കാണല്ലോ പരീക്ഷണം ഉണ്ടാവുക. മുഅ്മിനീങ്ങൾക്കേ പരീക്ഷണം ഉണ്ടാവുകയുള്ളൂ, മറ്റുള്ളവർക്ക് പരീക്ഷണമില്ല. അവർ സുഖലോലുപരായി ജീവിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ പൂർത്തിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവരെങ്ങനെ അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ അലഞ്ഞ് തിരിഞ്ഞു മേഞ്ഞു നടക്കുകയാണ്. മേഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നതിനാണ് മേയുക എന്ന് പറയുക. ആടുകളെ വിട്ടാൽ അവർ പറമ്പിലേക്ക് പോയി പുല്ല് പുഷ്പങ്ങളൊക്കെ അവർക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനാണ് മേയുക എന്ന് പറയുക. അങ്ങനെ മേയുന്നതിന് മേക്കാരൻ വേണം. എന്തിനാണത്? ഈ ആടുകൾ അനധികൃതമായി മറ്റാരുടെയും വിളകൾ നശിപ്പിക്കാൻ പോകുന്നുണ്ടോ, അവരെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടോ
അവർ മോശമായി എന്താണ് ചെയ്യുന്നത്? അപ്പൊ പൊതുവായ സ്ഥലത്ത് കാട്ടിലും മലയിലും വഴിയോരങ്ങളിലുമൊക്കെ ആടുകൾക്ക് യഥേഷ്ടം മേഞ്ഞു നടക്കാം. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരാൾ കുറച്ച് കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരടിയോളം പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ നല്ല തളിർത്ത ഇലയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ കപ്പ കൃഷി കാണുമ്പോൾ ഈ ആട്ടിൻപറ്റത്തിന്റെ വായിൽ വെള്ളമൂറും. അവർക്കറിയില്ല ഇത് അന്യൻ്റെതാണ്, എനിക്കത് ഭക്ഷിക്കാൻ പാടില്ല എന്ന്. അവർ അങ്ങോട്ട് ഓടും. ഓടി ആ വിളവ് നശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ആ കൃഷിക്കാരന് വലിയ ഭീമമായ നഷ്ടം വരും. അതിനാണ് ഈ ആടുകളെ മേക്കാൻ ഒരു മേക്കാരൻ വേണമെന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ കുറെ മനുഷ്യ കോലത്തിലുള്ള ഇത്തരം ആളുകളുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഉലൈക കൽ അൻആം എന്നുള്ള പറഞ്ഞില്ലേ, അവർ നാൽക്കാലികൾക്ക് സമമാണ്. 4 കാലുള്ള ആളുകളെയാണ് നാൽക്കാലികൾ എന്ന് പറയുക. അവർക്ക് സമമാണ് ഇവർ. ഈ നാൽക്കാലികൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇവരും ചെയ്യും. ഒന്നുകൂടി വല്ലതും അവരുടെ നാൽക്കാലികളെക്കാൾ പരസ്പരം കുത്തി കീറുകയും കൊല്ലുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നവരാണ് ഈ വിഭാഗം എന്ന്. അങ്ങനെയുള്ള കുറെ ആളുകൾ ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോ ഏതാനും ദിവസങ്ങളായി നാം പല ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പള്ളിയിലുള്ള ജുമാ മുടക്കുക, വിശ്വാസികളുടെ ജുമാ മുടക്കുക. ഇപ്പൊ 2 ദിവസം മുമ്പും പള്ളിയിലുള്ള നിസ്കാരം മുടങ്ങി, പോലീസ് വന്ന് പള്ളി പൂട്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ നാൽക്കാലികൾക്ക് സമന്മാരായ കുറെ ആളുകൾ അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ഇവിടെ പള്ളി വേണം എന്നില്ല, അവർക്കിവിടെ മദ്രസ വേണം എന്നില്ല, അവിടെ വെച്ച് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കണം എന്നില്ല. ഈ രാജ്യത്തെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ഒരു കക്ഷിയെ വളർത്തിയെടുക്കൽ മാത്രമാണ് അവർക്ക് ലക്ഷ്യം. അവരുടെ ഇടയിലാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദർ ആവശ്യമായ ആയുധമില്ലാതെ മറ്റൊരു സന്നാഹങ്ങളും ഒരുക്കങ്ങളുമില്ലാതെ ഈമാനികമായിരിക്കുന്ന ആവേശം ഒറ്റ കാരണം കൊണ്ട് സർവവിധ ആയുധ വിഭൂഷിതരായ നല്ല മല്ലന്മാരായിരിക്കുന്ന 1000-ലധികം വരുന്ന ആളുകളോട് വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അചഞ്ചലമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവർ ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അവരിറങ്ങിയപ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചു. അവരുടെ ആ പാദങ്ങൾ ആ അടർക്കളത്തിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ശത്രുപക്ഷം അവരുടെ 3 ഇരട്ടി ഉണ്ടായിട്ടും അവര് വാലും മടക്കി പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ ഈ മദ്രസ രംഗത്തേക്ക്, ഈ അധ്യയന വർഷത്തേക്ക് നാം പ്രവേശിക്കാനെന്ന് ഒരു സൂചന നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചില പോസ്റ്റുകൾ കണ്ടു. ഒരു മദ്രസയിലും AP മൊയ്ലിയാമാരെ എത്രയോ EK ഇനീഷ്യലുള്ള മൂല്യമാര് ഇന്ന് ഇതിലുണ്ട്. അപ്പൊ ഒരുവണ് AP എന്നുള്ള ഇനീഷ്യലുള്ള മൂല്യമാരെടുത്തതെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ തത്വം അങ്ങനെയല്ല. സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ നിങ്ങളെ മഹല്ലത്തുകളിൽ, നിങ്ങളെ മദ്രസകളിൽ നിർത്തരുത് എന്നാണ് ഇവർ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്തേ ഇവരെ നിർത്തരുതെന്ന് പറയാൻ കാരണം, ഇവർ നിന്നാൽ അവിടെ ദീനിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരും, സുന്നത്ത് ജമാഅത്ത് വ്യക്തമായി പ്രചരിപ്പിക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി ജനങ്ങളെ അണിനിരത്തും, സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം അവർ പ്രവർത്തിക്കും. എന്നാൽ ചേളാരി വിഭാഗത്തിൻ്റെവരാണെങ്കിലോ അവർ ഈ ബ്രോയിലർ കോഴികളെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ എവിടെയോ വെച്ച് 10 ദിവസത്തെയോ 15 ദിവസത്തെയോ ഒക്കെ ക്ലാസ് കൊടുത്ത് എന്താണ് ദീനെന്നറിയാത്ത, എന്താണ് ഒരു ദീനീ ചിട്ടയിൽ
ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വേഷവിധാനം എന്തെന്നറിയാത്ത ഒരു രൂപത്തിലുള്ള കുറച്ചാളുകളെ മദ്രസാരംഗത്തേക്ക് അവർ പടച്ചുവിട്ടിട്ട് അവർ മദ്രസാരംഗത്തെ കുലുഷിതമാക്കാൻ ഒരുങ്ങുന്നു. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. നിരവധി ജോലികൾ ഈ രാജ്യത്തുണ്ട്, നിരവധി ജോലികളുണ്ട്. വലിയ വലിയ ഓഫീസുകളിൽ വെറും ശിപായി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ LD ക്ലർക്ക് കൊണ്ടുവരുന്ന ആ ഫയൽ ആ ക്ലർക്ക് തന്നെ അതിങ്ങനെ മറിച്ചു കൊടുക്കും. ഒരു കൈ കൊണ്ട് അതിലൊന്നിങ്ങനെ ഒരു പച്ചപശി കൊണ്ടൊക്കെ ഒപ്പിടുന്ന ഒരു ജോലി. അയാൾ വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണ്, അതൊരു ജോലിയാണ് അല്ലേ. അതുപോലെ പല വിഭാഗങ്ങളിലും പോലീസ് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ ലക്ഷക്കണക്കിന് ശമ്പളം പറ്റിക്കൊണ്ട് വെറും ഒപ്പ് മാത്രം ഇട്ടിട്ടും, അതുപോലെ ആവശ്യമുള്ള കീഴുദ്യോഗസ്ഥന്മാരെ ഒന്ന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടുമൊക്കെ ജോലി ചെയ്യുന്നവർ, വളരെ കുറഞ്ഞ ജോലി. അങ്ങനെ കൈക്കോട്ട് കിടക്കുന്ന അധ്വാനം ചെയ്യുന്നവർ, ടാപ്പിംഗ് നടത്തുന്നവർ, കച്ചവടം നടത്തുന്നവർ, ഇതൊക്കെ ജോലിയാണ്. പക്ഷേ ആ ജോലികളിലൊക്കെ വെച്ച് ഏറ്റവും ഹൈറായിരിക്കുന്ന ജോലി അടുത്ത ആഴ്ച നമ്മളെ മകനെ അല്ലെങ്കിൽ നമ്മളെ മകളെ കുട്ടിയെ അല്ലെങ്കിൽ മകന്റെ കുട്ടിയെ നല്ല വസ്ത്രമണിയിച്ച് നാം ആ കുട്ടിക്ക് തലയിലൊരു തൊപ്പി വെച്ച് കൊടുത്ത് എന്നിട്ട് അടുത്തുള്ള മദ്രസയിൽ കൊണ്ടുപോയി, ഉസ്താദേ എന്റെ മകനെ ഈ മദ്രസയുടെ നിയമാവലി അനുസരിച്ച് ഈ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കാൻ തയ്യാറായി വന്നവനാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഇവിടെ ചേർക്കണമെന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം, ആ ഫോമിൽ ഈ കുട്ടിയുടെ പേരും കുട്ടിയുടെ വീട്ടുപേരും പിതാവിൻ്റെ പേരും തിരിച്ചറിയാനുള്ള അടയാളങ്ങളും കുട്ടി ആണോ പെണ്ണോ എന്നൊക്കെ വേർതിരിച്ച് എന്നിട്ട് ആ കുട്ടിയെ ഇന്ന ക്ലാസ്സിൽ ചേർക്കണം എന്ന് പറഞ്ഞ് നാം ഒപ്പിട്ട് കൊടുത്ത് ഈ ഉസ്താദിനെ ഏൽപ്പിച്ചു പോന്നാൽ നാം ഒന്നുകിൽ വിദേശത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഈ കുട്ടിയോട് കളിച്ച് രസിച്ച് ഉല്ലസിച്ച് മോനെ നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അല്ലേ, അപ്പൊ ഇപ്പച്ചിയുണ്ട്, ഇമ്മച്ചിയുണ്ട്, ഇക്കാക്കയുണ്ട് എന്നൊക്കെ കുട്ടി ഇങ്ങനെ സംവദിച്ച് 1-2 ദിവസം ഈ കുട്ടികളോട് ഈ ഉസ്താദുമാരിങ്ങനെ ഇടപഴകി കുറഞ്ഞ സമയം കൊണ്ട് ഈ കുട്ടികളെ ഉസ്താദുമാർ വശത്താക്കിയിട്ട് ആദ്യത്തെ ഒരക്ഷരം അലിഫ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ കുട്ടി പഠനത്തിൽ ഉയർന്നു വന്ന് മഹാനായ മർഹൂം താജുൽ ഉലമ അടക്കമുള്ള 50-ലധികം 60 കൊല്ലത്തോളം ദർസ് നടത്തി പാരമ്പര്യത്തോടുകൂടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനായ താജുൽ ഉലമയും 1000-ഓളം വലിയ പണ്ഡിതന്മാർക്ക് ഇന്നും സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന നമ്മളെ ബഹുമാന്യനായ നേതാവ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും ഞാൻ 2 ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള ലോകോത്തര മുഴുവൻ പണ്ഡിതന്മാരും ഇങ്ങനെ ഒരു ഉസ്താദിന്റെ കീഴിൽ 1-ാം ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പഴയ കാലത്ത് ഓത്തുപള്ളി എന്ന് പറയുന്ന ആ പള്ളിയിൽ ചെന്ന് അലിഫ് പഠിച്ചിട്ടാണ് അല്ലെ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചെറിയ 1-ാം ക്ലാസ്സിൽ ഈ കുട്ടി പഠിക്കുന്ന ബുക്കിന്റെ പേര് അലുവാച്ചെടി എന്നായിരുന്നു. അലുവാച്ചെടി അത് നാടന്മാരിട്ടൊരു പേരാ. എന്താ അലിഫ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിന് പേരായത്. അങ്ങനെ ഈ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടാണ് ഈ കുട്ടികൾ മതരംഗത്ത് ഉയർന്നു വരുന്നത്. മതരംഗത്ത് ഈ കുട്ടികൾ ഉയർന്നു വരുന്നത് ഈ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടാണ്. സ്വന്തം മാതാപിതാക്കളിൽ നിന്നും പഠിച്ചവർ 1000-ൽ 1 വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് വളരെ വിരളമാണ്. ബാക്കിയൊക്കെ പൊതു വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ മദ്രസ, അവിടെ കൊണ്ടുപോയിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ മദ്രസ രംഗം ആണ് ലോകത്ത് നമ്മളെ കേരളത്തിനെ ഉന്നതിയിലേക്ക് ഉയർത്തിയത്. ലോകത്ത് വിദ്യാഭ്യാസത്തിന്, മതപരമായ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രചാരം സിദ്ധിച്ചത് നമ്മുടെ നാട്ടിലുള്ള ഈ മദ്രസ രംഗമാണ്. അപ്പൊ ആ മദ്രസ കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ദീനിന്റെ വാസിതാക്കൾ വളർന്നു വരും, സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾ കൂടി 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 വരും. അപ്പൊ അതുകൊണ്ട് ആ മദ്രസ അത് നിൽക്കണം, അതിവിടെ നിലച്ചു പോകണം. അതുപോലെ സുന്നി ആശയമുള്ള പള്ളികൾ
പള്ളികളിൽ നിന്ന് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തി ജനങ്ങളെ നേരായ മാർഗത്തിൽ നടത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വേണം. അതിന് മറുവിഭാഗം അംഗീകരിച്ചിരിക്കുന്നു. പഠിപ്പിക്കാൻ പറ്റിയ, പ്രവർത്തിക്കാൻ പറ്റിയ, പ്രചരണം നടത്താൻ പറ്റിയ, ഒരു മഹല്ലിനതിന്റെ സെറ്റപ്പിൽ കൊണ്ടുവരാൻ പറ്റിയ അത് മൂല്യമാര്, അത് ഏൽപ്പിക്കാരേ ഉള്ളൂ. ഓലഭാഷയാണ്, ഓലഭാഷയാണ്. ഇപ്പൊ ഇതിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ചേളാരി വിഭാഗത്തിന്റെ ഒരു ജനറൽ ബോഡി ഉണ്ടായിരുന്നു, നോമ്പിന്റെ കുറച്ച് ദിവസം മുമ്പ്. ആ ജനറൽ ബോഡി എന്തിനാണ് അവർ വിളിച്ചത്? ആ ജനറൽ ബോഡി വിളിച്ച പ്രദേശത്ത് 8 മാലിന്യങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 8ൽ 8 പേരും സുന്നിയോജന സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്തവരാണ്. 8ൽ 8 പേരും മഹാനായ ഈശ്വരമേയും ഖബറുലമയും അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ആ ജോലി ചെയ്യുന്ന ആ പ്രദേശത്ത് അവരതിൻ്റെതായ ഒരു പ്രവർത്തനത്തിനും അവർ ഇറങ്ങുകയില്ല. അവിടെ എസ് യോഗം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എസ് പരിപാടിയുണ്ട് അതിലേക്ക് ആളെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ വിളിച്ച് നിങ്ങളൊക്കെ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിലോ എസ് മെമ്പർമാരാകണമെന്ന് പറയാനോ അതിനൊന്നും അവർ നിൽക്കില്ല. അവരുടെ ഡ്യൂട്ടി അവിടെ വരുന്ന കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കലാണ്, അത് മാത്രം. പക്ഷേ അവർ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നവരായി എന്ന കാരണം കൊണ്ട് അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ജനറൽ ബോഡി വിളിച്ചു ചേർത്തത്. അപ്പോൾ 14 അംഗങ്ങളുള്ള വർക്കിംഗ് കമ്മിറ്റി, അവരിൽ നിന്ന് 6 ആളുകൾ ഇവരെ ഒഴിവാക്കണമെന്നും 8 ആളുകൾ ഒഴിവാക്കണ്ട എന്നവർ കമ്മിറ്റിയിൽ തന്നെ ഉണ്ട്. എന്നാൽ നാം ജനറൽ ബോഡി വിളിച്ച് തീരുമാനിക്കുക എന്നടിസ്ഥാനത്തിൽ വിളിച്ച ജനറൽ ബോഡിയായിരുന്നു. ആ ജനറൽ ബോഡിയിൽ ചർച്ചക്കിട്ടപ്പോൾ 3ൽ 2ന്റെ ഭൂരിപക്ഷത്തോടു കൂടി, അഥവാ 100 ആളുകൾ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 60ലധികം ആളുകളും ഉസ്താദുമാരെ പിരിച്ചുവിടരുതെന്ന് പറയുന്നത്. അതിന് നാടൻ മനുഷ്യന്മാർ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടതുപോലെ ഖുർആൻ പഠിപ്പിക്കാൻ ഏപ്പിന്റെ മൂല്യമാരേ പറ്റുള്ളൂ. ഒരു മൊയിലാരെ കണ്ടാൽ മൊയിലാരാണെന്ന് തോന്നണമെങ്കിൽ ഏപ്പിന്റെ മൊയിലാരേ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആ ജനറൽ ബോഡിയിൽ ആ ഉസ്താദുമാരെ തന്നെ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചർച്ചയൊക്കെ വന്ന് ആയപ്പോയിൽ നമ്മുടെ സുന്നീവന സംഘത്തിന്റെ പ്രവർത്തകർ ഇങ്ങനെ സിലബസിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ സ്ഥലത്തിപ്പോ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് നടത്താൻ തീരുമാനിച്ചു. ഒരു 10-35 രക്ഷിതാക്കൾ അവർ അവിടെ നിന്ന് തെറ്റിപ്പോയി. അവർ ഷെഡ് വെച്ച് കെട്ടി ചേളാരി ബോർഡ് നടത്താനും തീരുമാനിച്ചു. ഇതെന്റെ ഈ തീരുമാനമുണ്ടാകാൻ കാരണം നാട്ടുകാർക്ക് മനസ്സിലായി ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും ആദർശവും റസൂലുള്ളാഹിയും സ്വഹാബത്തും പഠിപ്പിച്ച ദീന് അതിവിടെ പഠിപ്പിക്കാൻ കാന്തപുരത്തിന്റെ ആളുകൾക്ക് തന്നെ ശരിക്ക് കഴിയുകയുള്ളൂ. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ട് ആണ് ഈ പേപ്പട്ടികളെ പോലെ മിനിഞ്ഞാന്ന് നമ്മൾ എടവണ്ണപ്പാറക്കടുത്തുണ്ടായ സംഭവം അങ്ങനെയല്ലേ, ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കി പോലീസിനെ വിളിച്ചു വരുത്തി പള്ളി പൂട്ടിക്കുക. എന്താ ഓരോ ഉദ്ദേശം പൂർത്തിയായി? ഓരോ ആവശ്യം എന്താണ്? ഇവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കരുത്, നിസ്കാരം നടക്കരുത്, മദ്രസ നടക്കരുത്, ദീന് പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നാം ഈ അധ്യയന വർഷത്തിന്റെ മുഖത്തേക്ക് വരുന്നത് എന്ന് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം നാം ഒന്ന് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് നാം എന്താണ് ഈ രംഗത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്? വളരെ കൂടുതൽ കരുതലോടെയും അതിനേക്കാൾ കൂടുതൽ ക്ഷമാശീലരായിക്കൊണ്ടും കാര്യബോധത്തോടുകൂടിയും അർപ്പണ മനോഭാവത്തിലും നാം സടകുടഞ്ഞ് രംഗത്ത് വരണം. മറുഭാഗത്ത് നിന്ന് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും നിരവധി ഉണ്ടാകും. ആ ഉണ്ടാകുന്നതൊന്നും നാം കണക്കിലെടുക്കരുത്. അവർ പ്രകോപനമുണ്ടാക്കട്ടെ, നാം ക്ഷമിക്കുക. നാം ദീനിന്റെ വാക്താക്കളാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതനുസരിച്ച്
നാം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. എന്നിട്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ പ്രവർത്തന മേഖലയിൽ കഴിവിന്റെ പരമാവധി സജീവമാവുക. ഇവിടെ മദ്രസ തുറക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടാകും. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ മുടക്കുന്നവരുണ്ടാകും. നിഷ്പക്ഷമതികളായിരിക്കുന്ന ആളുകൾ അവർ രാഷ്ട്രീയം മറ്റൊന്നായിരിക്കും. ഏത് രാഷ്ട്രീയമോ ആകട്ടെ, നാം അങ്ങനെ രാഷ്ട്രീയത്തിനെ പരിഗണിക്കാറില്ലല്ലോ. ആ രാഷ്ട്രീയത്തിന്റെ ആളുകളിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാകുന്ന വഹാബി ജമാഅത്ത് ഇങ്ങനെയുള്ള ഈ കുടില ശക്തികൾ മറ്റുള്ളവരെ വലയം ചെയ്തുകൊണ്ട് ദീനീ പ്രവർത്തനത്തിന് മുടക്കാൻ അവർ കഠിനമായ പരിശ്രമം നടത്തും. കഴിഞ്ഞ റമദാൻ മാസത്തിൽ അഥവാ ഒരു 10 ദിവസമായി, ഒരു 7 ദിവസം, 27-ാം രാവിന്റെ പിറ്റേ ദിവസം, അപ്പൊ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്താകുന്ന ഒരു ഗൾഫുകാരനെ ഞാൻ കണ്ടു. അവരോടിങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. വലിയൊരു സമ്പന്നനാണ്, അങ്ങനെ സഹായിക്കുന്നവരാണ്. അയാള് കാവ്യായിട്ട് ഇങ്ങനെ രാഷ്ട്രീയക്കാരനാണ്, ചേളാരി വിഭാഗത്തിന് അനുകൂലിക്കുന്നവരുമാണ്. പക്ഷേ മഹാനായ എഫ് യു ഉസ്താദിനെയും അതുപോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന ആളുമാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംഭാവന നൽകുന്ന ആളുമാണ്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ അയാള് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഗൾഫിൽ ബിസിനസ്സുകാരനാണ്. ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾ KMCC യോഗം ചേർന്നിട്ട് അവിടെ ഇങ്ങനെ തീരുമാനം വന്നു, AP വിഭാഗത്തിന്റെ ആളുകൾക്കൊന്നും ഇനി ഒന്നും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ കണ്ട് സംസാരിക്കുന്നത്. അവിടെ ഒരു മൂല്യരുണ്ട്, അയാളെ നാട്ടുകാരൻ തന്നെയാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ പറയുന്നത് അയാൾക്കൊപ്പിച്ച്. അപ്പൊ അയാളും അതിനൊപ്പം കൂടി ശരിയാണ്, AP അങ്ങനെ തോൽപ്പിക്കാൻ പറഞ്ഞു അവരോട് കൊടുക്കണ്ടെന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശയിൽ പറഞ്ഞു, APന്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ മൂപ്പരഭിപ്രായം പറഞ്ഞു, പിണറായി വിജയൻ അതിന്റെ അഭിപ്രായം പറഞ്ഞു, ഉമ്മൻചാണ്ടി അഭിപ്രായം പറഞ്ഞു, സോണിയാഗാന്ധി, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ. AK ആന്റണി പറഞ്ഞത് എന്താണ്? കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിലും UDFനെ ഏൽപ്പിക്കണം. ഹൈദരലി ശിഹാബ് നിങ്ങൾ പറഞ്ഞത് എന്താണ്? 140 മണ്ഡലങ്ങളിലും UDFനെ ഏൽപ്പിക്കണം. പിണറായി പറഞ്ഞ എന്താണ്? 140 മണ്ഡലങ്ങളിലും LDFനെ ജയിപ്പിക്കണം അല്ലേ. കുമ്മനം മറ്റേ BJPന്റെ ആള് പറഞ്ഞ എന്താണ്? 140 മണ്ഡലങ്ങളിലും BJPനെ ജയിപ്പിക്കണം. അങ്ങനെ എല്ലാവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ജയിച്ചതോ, ജനങ്ങൾ വോട്ട് ചെയ്തവരൊക്കെ ജയിച്ചു, അല്ലാത്തവരൊക്കെ തോറ്റു. അപ്പൊ തോൽക്കലും ജയിക്കലും ഒക്കെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആചാര്യ അത് നമ്മളൊരു പ്രശ്നമായി കണക്കിലെടുക്കേണ്ടതില്ല. അത് ഇലക്ഷൻ വന്നു, കഴിഞ്ഞു, പോയി, അല്ല അതുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ നിങ്ങളിങ്ങനെ തീരുമാനിച്ചു, പക്ഷേ ഖുർആനിൽ ഒരു നിർദ്ദേശമുണ്ട്. എന്താണ് നിർദ്ദേശം? വിശദമായി പറയേണ്ടതാണ്, ഞാനത് പറയുന്നില്ല, ഇപ്പോഴും പറയാൻ സമയമല്ല. ഒരു സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെടുക്കൽ അവൻ ഔദാര്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ, അഥവാ ഒരാൾ സമ്പന്നനാക്കിയിട്ടുണ്ടെങ്കിൽ, അയാൾ വലിയ പണക്കാരനാണ്, ഭൂസ്വത്തിന്റെ ഉടമയാണ്, കച്ചവടക്കാരനാണ് എങ്കിൽ ഒഫീഹി ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ഇത് ഖുർആൻ നിർദ്ദേശമാണ്. ആചാര്യ ഈ തന്ന സമ്പത്തിൽ നിങ്ങളെ വീട്ടിൽ ചോദിച്ചു വരുന്ന ആളുകൾക്ക്, അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർക്ക്, അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട പലതിനും ഒരു ഹക്ക്, ഒരു അവകാശം ഇതിലുണ്ട്. സക്കാത്തിന്റെ അവകാശം വേറെ തന്നെയാണ്, നിർബന്ധമായ അവകാശം. അതുകൂടാതെ ചോദിച്ചു വരുന്നവർ അവർ ആരായിരുന്നാലും തന്റെ വീട്ടിന്റെ പടിക്കൽ വന്നാൽ അവരെങ്ങനെ പ്രകോപിപ്പിച്ച് മടക്കി അയക്കാൻ പാടില്ല. വഹാബിയാണ് വന്നതെങ്കിൽ ആ വഹാബിനെയും ചീത്ത പറഞ്ഞ് മടക്കി അയക്കരുത്. വഹാബിന്റെ സ്ഥാപനത്തിൽ നമ്മളൊന്നും കൊടുക്കണ്ട,
വന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു 10 ഉറുപ്പ്യ കൊടുത്തിട്ട് നീ നടന്ന് ചെയ്ത് നീ ഇതിന് ചായ കുടിച്ചോ. ഒരു മാനുഷിക പരിഗണന, ഒരു മനുഷ്യത്വം. അതുപോലെ ആചാര്യ നമ്മളവിടെ വരുന്ന നിങ്ങളെടുത്ത് വരുന്ന ആളുകളെ സമീപിക്കുമ്പോൾ അവർക്കൊരു അവകാശമുണ്ട്. ഇതിൽ അല്ലാഹു തആല AP വിഭാഗത്തിന്റെ ആളുകൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ KMCCക്ക് അവിടുന്ന് ഒരു പുതിയ ഖുർആൻ ഇറങ്ങിയതിൽ ചോദിച്ചു, KMCCക്ക് മാത്രമായിട്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടോ AP വിഭാഗത്തിന്റെ ആളുകൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ്? അപ്പൊ അത് ഖുർആനെതിരല്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ യോഗത്തിൽ ആ അഭിപ്രായം പറഞ്ഞ ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആചാര്യ? നമ്മളെ കാര്യമായൊരു ക്ലോസ് ഫ്രണ്ടാണ്. അയാൾ എന്നോട് സമ്മതിക്കേണ്ടി വന്നു. അവസാനം ഈ അഭിപ്രായം പറഞ്ഞവൻ വഹാബിയായിരുന്നു. ലീഗിന്റെ മറവിൽ, രാഷ്ട്രീയത്തിന്റെ മറവിൽ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ, ദീനിന്റെ ശത്രുക്കൾ, ഈ സാധുക്കളായിരിക്കുന്ന തോനെ ഒന്നും വേണ്ടതുപോലെ ചിന്തിക്കാത്ത ഇങ്ങനെയുള്ള പണക്കാരെ രാഷ്ട്രീയത്തിന്റെ പിത്തലാട്ടം ഒരു ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊടുത്തുകൊണ്ട് നമ്മളെ രാഷ്ട്രീയത്തിനെതിർത്ത ആളാണ് ഇന്ന മൂല്യാര്, ആ മൂല്യാരോട് അനുഭവമുള്ളവർക്കൊന്നും ഒന്നും നമ്മൾ കൊടുക്കണ്ട. അതിനിങ്ങനെ ഒരു കാരണം പറഞ്ഞാൽ ഈ മൂല്യന്മാർ മുഴുവനും പിന്നെ പണി നിർത്തും. മദ്രസ ഉണ്ടാവില്ല, പള്ളി ദർസ് ഉണ്ടാവില്ല, അറബി കോളേജുകൾ ഉണ്ടാവില്ല. അങ്ങനെ അവിടെ ദീന് ആകുന്ന പരിശുദ്ധമായ ആ വിളക്ക് അതിവിടെ അസ്തമിച്ചു പോകും. മുഴുവൻ ആളുകളും കൂരിരുട്ടിലാകും. അതാണ് ഈ തൽപര കക്ഷികളുടെ ആവശ്യം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്, ഈ മൂല്യരുണ്ട്, മൂല്യരോട് ഞാൻ പറഞ്ഞു, മൂല്യരോട് ചോദിച്ചു, അങ്ങനെയല്ല ഉസ്താദെ, അങ്ങനെയല്ല ഉസ്താദെ ഖുർആനുള്ളത്, നിഷേധിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അയാൾ നിർബന്ധിതമായി സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് അവിടെ 1-2 ആളുകളോടെ വീട്ടിലുള്ള ആകെ 4 ആള് ഞങ്ങള്. പക്ഷെ അയാളോട് ഞാൻ പ്രസംഗിക്കേണ്ടി വന്നു. പിന്നെയോ ആചാര്യ, ഈ തീരുമാനം ഇവിടെ മണ്ണാർക്കാടോ കേരളത്തിലോ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള തീരുമാനമല്ല. 1400 കൊല്ലങ്ങൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത് ഒരു പറ്റം ആളുകളെ വാർത്തെടുക്കുന്ന ആ ഘട്ടം വന്നപ്പോൾ അവിടെയുള്ള ഇസ്ലാമിന്റെ വിരോധികൾ അവർക്ക് സ്വൈരക്കേട് വന്നു. അവർക്കത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വുളു ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് നിങ്ങളൊരു മുസ്ഹഫ് ഖുർആൻ എടുത്തു കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞു, എനിക്ക് വുളു ഉണ്ട്. അതിൽ സൂറത്തുൽ മുനാഫിഖൂന എന്നൊരു സൂറത്തുണ്ട്. അഥവാ അവർ കാഴ്ചയിൽ മുസ്ലിമീങ്ങളാണ്, അവരെ ഹൃദയം കപടവിശ്വാസികളാണ്. അങ്ങനത്തെവരെ കുറിച്ചാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. അവർ നിസ്കരിക്കും, അവർ നോമ്പ് നോക്കും, അവർ ഹജ്ജിന് പോകും, അവർ സക്കാത്ത് കൊടുക്കും, പക്ഷേ വിശ്വാസം കപടമായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തായിട്ട് അഭിനയിച്ച മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. ഈ മുനാഫിഖുകൾക്ക് അഥവാ ഇന്നത്തെ വഹാബി മൗദൂദി പോലെയുള്ള ആളുകൾക്ക് ഈ പ്രവർത്തനങ്ങൾ അവർ മനസ്സിൽ പിടിക്കുന്നില്ല. അബൂ ഹുറൈറയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മദീനത്തെ പള്ളിയിലെ ദർസിൽ നിന്നും പഠിച്ച് പുറത്തു വന്നാൽ ഇവിടെ ദീനിന്റെ വെളിച്ചം ലോകത്ത് മുഴുവനും അത് പരിപോഷിപ്പിക്കും. അതുകൊണ്ട് അത് നിൽക്കണം. ഈ സുഫത്തിന്റെ അഹലുകാരായി പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് അവിടെ പള്ളിയിൽ വരുന്നവർ കൊടുക്കുന്ന ചെറിയ ചെറിയ സംഭാവനകൾ, അല്ലെങ്കിൽ കുറച്ച് ഈത്തപ്പഴം, അല്ലെങ്കിൽ കുറച്ച് മുന്തിരി, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെയോ ആടിന്റെയോ പാല്, ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിനുള്ളത്. അത് അവർക്കിങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നാൽ ഇവിടെ ദീന് നിലനിൽക്കും. അപ്പൊ അവരിങ്ങനെ യോഗം ചേർന്നു, KMCC യോഗം ചേർന്നതുപോലെ. എന്നിട്ട് അവർ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫളൂ. ഖുർആൻ പറയുന്ന സൂറത്തുൽ മുനാഫിഖൂനത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി. റസൂലുള്ളാഹിയുടെ അടുക്കൽ പരിശുദ്ധമായിരിക്കുന്ന ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുതഅല്ലിമീങ്ങൾക്ക് അവരുടെ ഭക്ഷണാവശ്യത്തിന്, അവരുടെ വസ്ത്രത്തിന്, അവരുടെ മറ്റാവശ്യങ്ങൾക്കൊന്നും കൊടുത്തു പോകരുത്. ആരും ഒന്നും കൊടുക്കരുത്, ഒന്നും അവർക്ക് സദഖ ചെയ്യരുത്, ഒന്നും അവർക്ക് സംഭാവന കൊടുക്കരുത്.
എന്തേ അവർ ചെയ്ത തെറ്റ്? മദീനമാകുന്ന പ്രദേശത്ത് കച്ചറയുണ്ടാക്കിയിട്ടില്ല, വിപ്ലവമുണ്ടാക്കിയിട്ടില്ല, ആരെയും അടിക്കാൻ പോയിട്ടില്ല, ചീത്ത പറയാൻ പോയിട്ടില്ല. പരിശുദ്ധമായിരിക്കുന്ന ദീന് പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുഴുകുന്നു. അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലും കഴിഞ്ഞുകൂടുന്നു. ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതിരിക്കുന്നു. അങ്ങനെ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ വളർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിന് ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, ഒരൊറ്റ പൈസ കൊടുത്തു പോകരുത്. എത്ര വരെ അവർ അവധി വെക്കുകയാണ്? ഹത്താ യംഫളൂ, ഒന്നും കിട്ടാതെ അവർ ആ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകും. തീരൊന്നും കിട്ടിയില്ലെങ്കിൽ അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹുവും കാരക്കത്തോട്ടത്തിൽ എന്തെങ്കിലും പണിക്ക് പോകും, മദീനത്തെ അങ്ങാടിയിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ പോകും, മറ്റെന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും. അപ്പൊ ഇവിടെ ഈ ദീന് പഠിക്കലില്ലാതെയാകും, ദീനിന്റെ പ്രചരണം നിൽക്കും. അതുകൊണ്ട് അത് നിൽക്കാൻ വേണ്ടി പരിശുദ്ധമായിരിക്കുന്ന ദീന് ഇവിടുന്ന് തുടച്ചു നീക്കാൻ നാം ചെയ്യേണ്ട പണി ഒന്നും ചെയ്യരുതെന്നാണ് അന്ന് KMCCന്റെ യോഗം ചേർന്ന് വഹാബിയാകുന്ന മുനാഫിഖ് വന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്ത് അവർ മറ്റുള്ളവരോട് പ്രചരിപ്പിച്ചത്. ഇന്ന് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ വഹാബികൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് പറഞ്ഞപ്പോ ഇയാള് സുന്നത്തെ സഹായിക്കുന്ന ആളെ തന്നെയാണ്, ബേജാറായിപ്പോയില്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, പക്ഷേ ആജിയാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള സ്വത്ത് മുഴുവനും അള്ളാഹു KMCCനെ മാത്രമല്ല ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു രാഷ്ട്രീയക്കാരെ മാത്രമല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ഈ രാജ്യത്തുള്ള മുഴുവൻ സമ്പത്തിന്റെയും ലോകത്തിന്റെ തന്നെ അതീശാധികാരം അത് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ കൈകളിലാണ്, അതിന്റെ കടിഞ്ഞാണുള്ളതെന്ന് മനസ്സിലാക്കണം. മാളിക മുകളിലേറിയ മന്നന് ചുമലിൽ മാറാത്തേറ്റുന്നതും ഭവാൻ. കുഞ്ചതമ്പ്യാരെ കവിതയുണ്ട്, കുഞ്ചതമ്പ്യാരെ കവിതയാണ്, ഖുർആൻ അനുസരിച്ച കവിതയാണത്. تؤتي الملك من تشاء وتعز الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതാണ്, ഈ ലോകത്തിന്റെ മുഴുവൻ അധികാരങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്. ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്തൊന്ന് കൊടുത്ത് പരിശോധിക്കും, അധികാരം കൊടുത്ത് പരിശോധിക്കും. അവരിൽ നിന്നും അധികാരം നീക്കിക്കളയും, മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് നീക്കിക്കളയും. ഇതിന്റെ ഒക്കെ മുഴുവൻ ഉത്തരവാദിത്വവും ഖജാന, ഖസായിൻ, ഖജാനകളുടെ താക്കോൽ, അതിന്റെ പൂട്ട്, അതിന്റെ കടിഞ്ഞാൺ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആചാരേ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ഈ വഹാബികൾക്ക് നേതൃത്വമുള്ള, വഹാബികൾക്ക് മുൻതൂക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനയായ KMCCനെ മാത്രമല്ല അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് KMCC ആണോ വേണ്ടത്, പരിശുദ്ധ ഖുർആനാണോ വേണ്ടത്? ഒരു പണക്കാരനാണ്, നമ്മളെ സ്ഥാപനത്തിന് ഒരുപാട് സഹായിച്ച ആളാണ്. പക്ഷേ തൻ്റെ ഇടത്തോടുകൂടെ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയണല്ലോ. അതല്ലേ ദീന് പഠിച്ച ആളുടെ ബാധ്യത. ഈ ബാധ്യത നിറവേറ്റാൻ വേണ്ടി ആചാര്യ നിങ്ങളോട് ഞാൻ പറയുന്നു, ആ തീരുമാനത്തിൽ നിങ്ങൾ മെരിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒപ്പ് നിങ്ങളെ മനസ്സിൽ നിന്ന് നീക്കിക്കളയണം. പരിശുദ്ധമായ ദീനിന് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യണം. ഇത് കാന്തപുരത്തിന്റെ വീട്ടിലേക്കല്ല, റഈസുൽ ഉലമയുടെ വീട്ടിലേക്കല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെ വീട്ടിലേക്കല്ല. പരിശുദ്ധമായ ദീന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി ആ സംഘടന ഇവിടെ പ്രവർത്തിച്ചു വന്നത് ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അതിന് യഥാവിധി ശരിക്കും നിലനിർത്തിയതും ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നാം ഇവിടെ ഏപ്പിന്റെ ആളുകളായിട്ടോ ചേളാരികളുടെ ആളുകളായിട്ടോ എന്നല്ല, ദീനിന്റെ ആളുകളായി നാം വർത്തിക്കണം. അല്ലേ? നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷണം തരുന്നവർ AP അല്ല, മറുഭാഗവുമല്ല. നാം അധ്വാനിച്ചിട്ട് കച്ചവടം ചെയ്തിട്ട് കൂലിപ്പണിയെടുത്തിട്ടാണ്. ആശയം എവിടെയാണുള്ളത്?
ആദർശം ആരാണ് പറയുന്നത്? ഈ ഉസ്താദിനോട് ചോദിക്കുക, വഹാബി മരിച്ചാൽ മയ്യത്ത് സംസ്കരിക്കുന്നതിന് വിധി എന്ത് എന്ന് നിങ്ങളുടെ ആ ഭാഗത്തുള്ള ഈ ഉസ്താദ് പറയട്ടെ. ഒരു വഹാബി മരണപ്പെട്ടാൽ പണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് സംസ്കരിക്കൽ ഹറാമാണ് അല്ല എന്ന് ഈ ഉസ്താദ് പറയട്ടെ. സാധാരണക്കാർക്ക് സംസ്കരിക്കൽ തന്നെ ശരിയില്ലാത്തതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അവർ നിസ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു സാധാരണക്കാരാണ് നിസ്കരിച്ചു എന്ന് കരുതി ഓനുള്ള പിടിച്ച് നരകത്തിലൂടൊന്നുമില്ല. പക്ഷെ പണ്ഡിതന്മാരാണെങ്കിലോ അത് വലിയ പാതകമാണ്. ഈ ആദർശമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതാണ് സമസ്തയുടെ ചരിത്രം. ആ സമസ്തയുടെ ചരിത്രം പഠിച്ചുകൊണ്ടാണ് നാം ഇവിടെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ KMCCന്റെ നല്ല തീരുമാനം പരിശുദ്ധ ഖുർആനിൻ്റെതാണ്. സുന്നികൾക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തിന് തന്നേരം ഒരു കലക്ഷനൊന്നും ചെന്നതല്ലായിരുന്നു, അതിന്റെ ആവശ്യവുമില്ല. മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ടെലിഫോൺ ചെയ്തപ്പോൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് നമ്മുടെ ആ ലോകമൊന്ന് പുതുക്കാൻ, സ്നേഹബന്ധം ഒന്ന് പുതുക്കാൻ വേണ്ടി ചെന്നതാണ്. ഒരുപാട് നമ്മളെ സ്നേഹിച്ച സഹായിച്ച ആളുമാണ് അദ്ദേഹം. ഒന്നും അല്ലായിരുന്നിട്ടും നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ റമദാനിക്ക് ഭക്ഷണമായി കൊടുക്കുമെന്ന് പറഞ്ഞ് നല്ലൊരു സംഖ്യ എന്നിട്ട് അദ്ദേഹം കൊണ്ടുതന്നു. ഞാൻ ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് അറിയായിട്ടല്ല, KMCCന്റെ തീരുമാനത്തിൽ അയാൾ ഒപ്പുവെക്കായിട്ടുമല്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇന്നലെ മിനിഞ്ഞാന്ന് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വ്യാഴാഴ്ച അദ്ദേഹത്തെ ഞാനൊന്ന് വിളിച്ച് രോഗം. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ആ തീരുമാനത്തിൽ നിന്നും മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഞാനിത് പറയുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ KMCC എന്ന ഗൾഫിലുള്ളൊരു കമ്മിറ്റിയാണ്. നാട്ടിലും അങ്ങനെയുണ്ട്. നാട്ടിലും തീരുമാനിച്ചിട്ടുണ്ട് ഒന്നും കൊടുക്കരുത് എന്ന്. നാട്ടിലും തീരുമാനിച്ചിട്ടുണ്ട് മൂല്യമാരമാരെ സെൽവക്കരുത് എന്ന്. ഇങ്ങനത്തെ വിഷകുലുഷിതമായ ഒരന്തരീക്ഷത്തിലാണ് ഈ മതപാഠശാലകൾ തുറന്നു പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ ഈ മാർഗത്തിൽ നാം പിന്തുടർന്നുകൊണ്ട് ദീനിന്റെ വാക്താക്കളായി, പ്രവർത്തകരായി, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായി നാം രംഗത്തേക്ക് ചടകുടഞ്ഞെഴുന്നേൽക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് ഇൻഷാ അള്ളാഹ് മറ്റു ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് ഈ മദ്രസ തുടങ്ങുന്ന സമയമായതുകൊണ്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മളെ നേതാക്കൾക്ക് അവർ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. 10-14 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ, 2000 നടന്ന കാര്യം, പശുവും ചത്തി മോരിന്റെ പുളിയും പോയി എന്നിട്ടും മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ ഏതോ ചങ്ങാതിമാരൊക്കെ എന്തൊക്കെ പൊടി തട്ടിയെടുത്ത് 5.5 കണ്ടി ഭൂമിയുടെ പാടോ അല്ലെങ്കിൽ 6.5 കണ്ടി, 7 കണ്ടിയാവട്ടെ ഇൻഷാ അള്ളാഹ് നമുക്കതൊക്കെ വളരെ വ്യക്തമായി സുതാര്യമായി പറഞ്ഞു കൊടുക്കാനും കഴിയും. ഇവരീ നടത്തുന്ന പോലെ കുപ്രഭൂതത്തിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഈ നുണപ്രചരണത്തിലൂടെയോ നടത്തുന്ന നുണകൾക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും കാര്യം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇൻഷാ അള്ളാഹ് അതുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമസ്തയുടെ ഈ ചരിത്ര പഠനം എന്നുള്ള ഇത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ഇതിലെല്ലാവരും മെമ്പർമാരായി ചേർന്നുകൊണ്ട് ഇതിന്റെ ഈ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് 2 ക്ലിപ്പോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.